CPM ഭരിക്കുന്ന തിരുവനന്തപുരം നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ്. ബാങ്കിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തിരികെ ലഭിക്കാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. ചികിത്സയ്ക്കും മക്കളുടെ വിവാഹത്തിനുമായി മാറ്റിവെച്ച തുക നിക്ഷേപകർ ചോദിക്കുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. ബാങ്ക് ഭരണസമിതിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത്. കെ ബി ശ്യാമപ്രസാദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന്. ശ്യാമ, ഞാൻ പറഞ്ഞതുപോലെ അതായത് CPM അല്ലാതെ മറ്റാര്, എന്തായാലും CPMന്റെ ഭരണസമിതിയാണ്. നിക്ഷേപകർക്ക് വല്ലാത്ത ഒരു ദുരിതമാണ് ഈ തട്ടിപ്പ് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണക്കാരായ മനുഷ്യരാണ്, അവരുടെ വലിയൊരു ആശ്രയമാണ്, ആ തുകയാണ് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വഴിയുമില്ലാതെ അവർ പൂർണ്ണമായും ദുരിതത്തിലാണ് എന്നുള്ളതാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒപ്പം തന്നെ ഈ ഭരണസമിതി എന്തൊക്കെ കാട്ടിക്കൂട്ടി? രാഗി ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും CPM നിയന്ത്രണത്തിലുള്ള നരുവാമൂട്, തിരുവനന്തപുരം ജില്ലയിലെ നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിക്ഷേപകരടക്കമുള്ളവർ ഇവിടെ പരാതിയുമായി രംഗത്തെത്തിയോടുകൂടി തന്നെ തട്ടിപ്പിൻ്റെ കഥകളെല്ലാം തന്നെ പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. നിലവിൽ 10 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ ഒരു കണക്കെടുപ്പിലൂടെയുള്ള വിശദീകരണം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണക്കെടുപ്പ് പരിശോധനകൾ പൂർത്തിയാക്കിയപ്പോഴാണ് 10 കോടി രൂപയിലേക്ക് എത്തിയത്. ബാങ്ക് പ്രസിഡന്റും ഒപ്പം തന്നെ സെക്രട്ടറിക്കും എതിരെ കടുത്ത ആരോപണങ്ങളാണ് നിക്ഷേപകർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും നടത്തിയ അഴിമതിയാണ് ഇത്തരത്തിൽ ഇടപാടുകൾ തകരാനുണ്ടായ കാരണമെന്നും അതിനാൽ തന്നെയാണ് നിക്ഷേപകർ പണം പിൻവലിക്കാനായി ബാങ്കിലേക്ക് എത്തിയപ്പോഴേക്കാണ് ഈ തട്ടിപ്പിൻ്റെ കഥകൾ കൂടി അറിയുന്നത്. കണക്കെടുപ്പ് പ്രകാരം, പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം 10 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളും നിക്ഷേപകർ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ബാങ്ക് പ്രസിഡന്റായ ജോൺസൺ, ഒപ്പം തന്നെ സെക്രട്ടറി, ഇവരുടെ അഴിമതികളാണ് പ്രധാനമായും ഇത്തരത്തിലൊരു ബാങ്ക് തകരാനുണ്ടായ കാരണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ബാങ്കിനെതിരെ കടുത്ത ആരോപണം ഉയർന്നപ്പോൾ ബാങ്ക് പ്രസിഡന്റ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും പകരം ബാങ്ക് പ്രസിഡന്റിന്റെ മകളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി നിക്ഷേപകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സഹകരണ രജിസ്ട്രാറിന്റെ അടക്കം മുന്നിൽ പരാതി എത്തിയിട്ടുണ്ട്. നിലവിൽ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് നിക്ഷേപകർ. എന്തായാലും കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിക്ഷേപകരുടെ തീരുമാനം. ഗൗതം, രാഖി. ശരി ശ്യാം, എന്തായാലും വലിയ ഒരു തട്ടിപ്പാണ് നരുവാമൂട് സഹകരണ ബാങ്കിൽ നടത്തുന്നത്. അത് തന്നെയാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് എന്താണ് മുന്നോട്ടുള്ള ജീവിതം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് CPM എന്നുള്ളതാണ്.